ദശരഥീ രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാകാമുകൻ രാഘവനം ഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടക പുരത്തിങ്കൽ മംഗലാഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോൽപലാവൻ നിരുവമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടു വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ പീജിതനായതേ കോമളൻ ബാലനിശാകര പാലവേശേരസൻ മലേയ അലങ്കരിച്ചങ്ങനെ ബലാർത്ഥ സന്നിവ ഭഗന്ധരൻ പ്രാലേയഭാനു സമാനയനായ സമം ലീലയാ താമ്പൂല സർവണാധൈര്യനു ഏലം വിനോദിച്ചുരുന്നു അരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൾ നിന്നാദരായി തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാലിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാജമനീയാർഘ്യപൂർവക മാന്ദ്യേന പൂജിതനായൊരു നാരദൻ യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം വന്നം മുനിവരൻ തന്നോടൊരു അരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്രതം നാനാവിഷയ സംഘം പൂണ്ടു മേവീന മാനസത്തോടും സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കൊണ്ടുകൊള്ളുവാനതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടു കാണാൻ അവകാശവും വന്നിരു പുണ്ഡരീകോത്ഭവ പുത്ര മഹാമുനെ എന്നും എന്നുടെ വംശവും ജന്മവും രാജ്യവും എന്നും വിശുദ്ധമായി വന്നു തപോനിതേ എന്നാൽ ഇനി എന്തു കാര്യമെന്നു പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിതേ എന്തൊരു കാര്യം നിരൂപിച്ചെടുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം വന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സ്നേഹമില്ല അപ്പനല്ലാമേ ഇഷ്ടമാകർണ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും വത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതിൽ ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടോ ചൊല്ലിയിരുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു യോഗേശ ചൊന്നതു സത്യമേ ദൃഢം സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നു നിർണയം ഇരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നോട് സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവന ആദി ഋണാന്ത്യമാം
ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരായ കാലുക്കും പറഞ്ഞതും സംസാരി എന്നതും ഇക്കണ്ട ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരുക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയ യുക്തിയായിരിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും തത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാദികൾ അർത്ഥവസ്തുക്കളിൽ ശക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാവേവി ജാനകി സാരസ സംഭവനായതും നീതവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രവാ ജാനകി ശീലകിരണീ രോഹിണി ജാനകി ആദിത്യയാധിപൻ നീ ശരീ ജാനകി ജാതവേദസ്തു നീ സ്വാഹാ മഹീസുത അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി യശോവരൻ ഭവാൻ താമസി ജാനകി പുഷ്പരാക്ഷസൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീതാ രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവാരകുമാര രഘുപതേ രാജീവലോചന രാമാദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുവം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിരുന്നു സത്യപരാക്രമ സൽഗുണവാരിലേ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത്യവേദ്യ തൽസർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നു തോക്കവേ ജാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയൊരു നിന്നെ തിരഞ്ഞെറിഞ്ഞങ്ങനെ സേവിച്ചുകൊള്ളുകാജകൽപ്പതേ മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ ന്യൂനമവ്യാകൃതമായതും പിന്നെയാ തിങ്കളിൽ നിന്നുള്ളൂ മഹത്വത്തിൽ തിങ്കൾ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൾ നീ നിന്നു ബീവതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായോ നല്ലോ. ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാക്കേ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധി അത്രയും എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു മന്യൂനാം പരൻ തതുയുക്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരി പരിസ്ഥിതിയായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാവും രാജീവരോധനാകുന്ന നീയല്ലോ. നിങ്ങൾ വരുന്നതു ലോകങ്ങളിൽ നിങ്ങൾ പ്രതിഷ്ഠയമായിരിക്കുന്നതും നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതോയൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും യജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ തൊൽക്കഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും തൊൽപാദ പങ്കജഭക്തിയും മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നീരുമില്ലൊരു സംശയം. ത്വൽഭക്ത ഭൃത്യന്മാരിലേകനെ നാൽപ്പജ്ഞാനം എന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ
ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാവി പങ്കജത്തിങ്കൽ നിന്നേ കഥാം മുന്നമുണ്ടായി ചതുർമുഖൻ നൽപിത തന്നുടെ പുത്രനായി ഭക്തനായി വിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചു. ചെന്നിവണ്ണം പറഞ്ഞിനാ നാരദൻ ആനന്ദവാഴ്പ പരിപ്ലുത നേത്രനായി വീണാദരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം മുലപല സംഭവൻ തന്നെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിക്കാൻ ദേവകളോട് അരുൾ ചെയ്തു. കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായിരുന്നു നിശ്ചയമെങ്കിലും പുതിനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാത്തമേ അഭിഷേകമിക്കാലം ചെയ്യുമാറുന്നൊരുമ്പെട്ടിരിക്കുന്നു. നീയും അതിനനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാനെന്ന അവകാശമുണ്ടായവരല്ലോ. ഇത്രേ വായിക്കുന്നുള്ളൂ. ഇന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ എല്ലാവരും അക്ഷരത്തെറ്റെല്ലാം വന്നിട്ടുണ്ടാകും, അതെല്ലാം ക്ഷമിക്കണം. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടാകുമ്പോൾ ഒരു ഹൈപ്പ് വരും. ആ ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ ഹൈപ്പും കൂടി നിങ്ങൾ പിന്നെ അടിച്ചേക്കണം. പിന്നെ സബ് ചെയ്യണം. എല്ലാവരും സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവരോടും നന്ദി, നമസ്കാരം.